ഇന്നത്തെ കുക്കിംഗ് ആണുങ്ങളുടെ വക, ആമ്പിള്ളേരുടെ വക. പുരുഷന്മാർ. അങ്ങനെ നമ്മുടെ ചേട്ടന്മാരുണ്ടാക്കിയ കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് നീ എന്താ ഉണ്ടാക്കുന്നേ? ചില്ലി ഗോപിക്കാണോ ചിക്കൻ? ഈ ചിക്കൻ എന്താ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഈ ചിക്കൻ അങ്ങാണ്ട് എടാ, ഈ ബോൺലെസ് ചിക്കൻ എന്തിനാടാ? വെജ് ഫ്രൈഡ് റൈസ് കഴിച്ച് മടുക്കുമ്പോൾ അതിന്റെ അകത്ത് കുറച്ച് ബോൺലെസ് എടുത്ത് അരിഞ്ഞിടും. അരിഞ്ഞിട്ട് നേരെ അതിന്റെ അകത്തോട്ട് മിക്സ് ചെയ്താൽ ചേട്ടായി. അതെ, വിവസ്ത്രൻ. ഈ വിവസ്ത്ര പണിയെടുക്കട്ടോ, ശ്രദ്ധിക്കാതെ. അരി കഴിയുകയാണ്, രണ്ടാമതായിട്ട് കഴിയാൻ പോവാണ്. പ്രയത്നം ചിക്കനല്ല. അയ്യേ ശോക, ഇത് പറയാനായിരുന്നോ? പിന്നെ ഞാനോർത്ത് റെസിപ്പി പറയാൻ പോയിരിക്കുന്നു. മെയിൻ ഷെഫ് ഇവനാണോ? നമ്മൾ ആദ്യം റൈസ് കഴുകിയെടുത്തതിന് ശേഷം മെയിൻ ഷെഫിന്റെ പണി എന്ന് പറഞ്ഞാൽ പണി അസൈൻ ചെയ്യാന്നുള്ളതാണ്. അരി കഴുകുക, ചിക്കൻ അവിടെ പോയി കഴുകുക, അത് കഴിയുമ്പോ നീ പച്ചക്കറി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി നീ നീ ഒക്കെ നിന്റെ പണിയാ കേട്ടോ. അത് അവൻ മെയിൻ ഷെഫാടാ, അവൻ പറയത്തേ ഉള്ളൂ. മമ്മി ഞാനും ഉച്ച കഴിഞ്ഞിട്ട് ഫ്രീ അല്ലേ മമ്മി? അല്ലേ അല്ലേ, ഉച്ച കഴിഞ്ഞ് നമ്മള് ഫ്രീ അല്ലേ? ആ, ഉച്ച കഴിഞ്ഞ് ഫ്രീ. നിങ്ങൾ അടുക്കളയിൽ നിന്നൊക്കെ മാറി പുറത്തേക്ക് എത്തിയോ? ഓ എന്റെ ദൈവമേ, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് ഇതുപോലെ നോക്കണം. അപ്പൊ നമ്മൾ ക്ലീൻ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. എല്ലാരും പറയുന്നത് കുക്കിംഗ് എളുപ്പമാണ്, പക്ഷെ അങ്ങനെയല്ല. ഈ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഇതൊന്നും വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. 2 മണിക്കൂർ കഴിയാനല്ല പറഞ്ഞു, വേഗം കൂടെ കഴുകിട്ട് ഞങ്ങൾക്ക് വിശക്കണുണ്ടെങ്കിൽ അവിടെ എല്ലാം പോയിരിക്കണം. എന്നെ വെറുതെ സ്ട്രെസ് ആക്കട്ടെ. ഞാൻ ഒന്നാതെ ആയുധം വെച്ചുള്ള കളിയാണ്. ഇവിടെ അരി വേവിക്കാൻ വെച്ചേക്കുവാണേ. ഫ്രൈഡ് റൈസിനുള്ള അരി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ വേവിക്കാൻ വെക്കുന്നില്ലേ? വെക്ക്. അവരവിടെ അടുക്കളയിൽ ധൃതി പിടിച്ച് നല്ല പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്യട്ടെ. അപ്പം ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോട്ടെ, ഉറങ്ങിയിട്ട് വരാം. അയ്യോ, ഞാൻ ഇപ്പം ഉറക്കാം. നിങ്ങളുടെ കുക്കിംഗ് എവിടം വരെ എത്തി? നമ്മുടെ ചില്ലി ഗോബി ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ മുകളിൽ ഇട്ട് കൊടുക്കും. മല്ലിയിലുണ്ടോ? എല്ലാത്തിനും പുറമെ നമ്മൾ വിതർന്നൊരു സാധനമുണ്ട്, സ്നേഹമായിരിക്കും. ഈ ഉസ്താദോട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അല്ലടി, അതെ. ഫ്രൈഡ് റൈസിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ഇവിടെ അവർ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. ആരും കണ്ടില്ല. അത് ഈ ലാസ്റ്റ് ഇങ്ങനെ കയറി വന്നിട്ട് എല്ലാ ക്രെഡിറ്റ് എടുത്തോണ്ട് പരിപാടിയുണ്ട്. മോഷണം എന്ന് പറയും. ഫൈനലി പ്രോഡക്റ്റ് ഔട്ടായിരിക്കുകയാണ്. അല്ല, വിളമ്പും ഒരു കലയായതുകൊണ്ട് ആണുങ്ങൾ തന്നെ വിളമ്പട്ടെ. റോമിസേ വന്നേടാ. അല്ല, അപ്പുചേട്ടായാലും വന്നാ മതി. വന്നേ. ഭക്ഷണം ഉണ്ടാക്കുന്ന പോലെ വിളമ്പും ഒരു കലയാണല്ലോ. വിളമ്പിയാട്ടെ, ചെല്ല്. അങ്ങനെ നമ്മുടെ ചേട്ടന്മാരുണ്ടാക്കിയ അടിപൊളി ഫ്രൈഡ് റൈസും നമ്മൾ കുറച്ച് ചിക്കൻ മുകളിൽ വെറുതെ ഇട്ടോളൂ കേട്ടോ, കാരണം അലക്സ് ചിക്കൻ കഴിക്കില്ല. പിന്നെ ഇവിടെ ചില്ലി ഗോപിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം കഴിച്ച് നോക്കട്ടെ കേട്ടോ. ആണോ? നിങ്ങൾക്ക് എന്താ നിന്ന് കഴിക്കുന്നേ? ഇവിടെ ഇരിക്കടാ. കളി കാണാൻ വേണ്ടിയാ. അപ്പൊ ചേട്ടാ എങ്ങനെ ഉണ്ട് ചേട്ടായി? അല്ലേ? റോബിസ് എങ്ങനെ ഉണ്ടാ? പുഴുവിനെ കിട്ടിയോ? ആണുങ്ങൾ തന്നെ കുക്ക് ചെയ്യണതൊക്കെ പറയേണ്ട അവസാനം പെണ്ണുങ്ങൾ വേണ്ടി വന്നു. അപ്പൊ ഞാൻ അവസാനം കുക്ക് ചെയ്യാൻ കയറേണ്ടാവും. അല്ലെ മമ്മി? അവസാനം പെണ്ണുങ്ങൾ കയറേണ്ടി വന്നു. അതാണ് പെണ്ണുങ്ങളുടെ പവർ.